ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ നമുക്കൊരു പൊട്ടറ്റോ ബാജി ഉണ്ടാക്കിയാലോ? അപ്പം നോമ്പ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇങ്ങനെ നല്ല സ്പൈസി ആയിട്ട് തോന്നുന്നെങ്കിലും ഒത്തിരി എരിവൊന്നും ഇല്ലാതെയാണ് ഞാനിവിടെ ചെയ്തത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം പൊട്ടറ്റോ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 6 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി ആ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. കുറച്ച് ഉപ്പും 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിൽ വെച്ച് 1 വിസിൽ വരെ അടിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. ഇപ്പം തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ കഴുകി എടുത്തേക്കുന്നതാണ്. അപ്പം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിത് 1 വിസിൽ അടിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ 1 വിസിലും കൂടെ അടിച്ചു. അപ്പം നിങ്ങൾ നോക്കണം, 1 അല്ലെങ്കിൽ 2 അത്രയും മതി. വെന്തങ്ങ് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകണ്ട, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രമേ. ഇപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതി. നമുക്കിനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഇതാ പൊട്ടറ്റോ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇത് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് കുക്കായിട്ടിരിക്കുന്ന പൊട്ടറ്റോ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ അപ്പുറവും ഇപ്പുറവും ഒന്ന് നല്ലതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരുപാട് അങ്ങ് ഫ്രൈ ആവുകയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് മൊരിച്ചെടുക്കുന്ന അത്രേ ഉള്ളൂ. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം. വീണ്ടും ആ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഒരു അല്പം എണ്ണയും കൂടെ ഒഴിക്കാം. ഞാനിപ്പം ഇതൊരു ചീനിച്ചട്ടിയിൽ എടുത്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്ര എണ്ണ വരുന്നത്. അപ്പം നിങ്ങളൊരു പാൻ വല്ലതും എടുക്കുവാണെങ്കിൽ ഇത്ര എണ്ണയുടെ നമുക്ക് ആവശ്യമില്ല. എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരല്പം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. അല്പം പെരിഞ്ജീരകം, ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, 1 ഗ്രാമ്പു ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഒരു 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഞാനൊരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വാടി നല്ല ഒരു ബ്രൗൺ കളർ ആവണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് പെട്ടെന്നൊക്കെ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമ്മൾ നല്ലതായിട്ട് പഴുത്ത ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അടപ്പ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 3/4 സ്പൂണ് ചിക്കൻ മസാല. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പൊ മസാലയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു മണം കിട്ടും. ഇപ്പൊ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ മസാല നമ്മൾ എത്രത്തോളമാണോ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ജസ്റ്റ് ഇതൊന്ന് മൂത്ത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇടണം.
അപ്പോൾ പൊട്ടറ്റോയ്ക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പൊട്ടറ്റോ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് കുറുകി ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഞാൻ ഇതിലേക്ക് നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആ വെള്ളം ഒരു 1/2 കപ്പുണ്ട്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എടുത്ത് നമ്മൾ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒക്കെ നോക്കണം. കുറച്ചുകൂടെ എരിവ് വേണമെന്നുള്ളവർക്ക്, ഞാനിപ്പം പച്ചമുളക് ഇട്ടതുകൊണ്ടാണ് എരി കൂടുതലൊന്നും ചേർക്കാഞ്ഞത്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇനി നിങ്ങൾക്ക് എരി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മല്ലിച്ചെപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ലാസ്റ്റില് ഞാൻ ഒരല്പം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിലാണ് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പം കറി റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിപ്പം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഇത് നല്ലൊരു കറിയാണ് കേട്ടോ. അധികം എരിവൊന്നുമില്ല, എരിവില്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊട്ടറ്റോ കറി തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിൽ ഒരു രീതിയാണിത്. അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള നമ്മുടെ പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയല്ല, ഒരു റോസ്റ്റ് പോലെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പൊ വീണ്ടും പുതിയൊരു അടിപൊളി വെറൈറ്റി ഡിഷുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.